ഹായ്, സുഖമാണല്ലോ. സുഖം. അപ്പോൾ ഇവിടെ എത്ര അടി വള്ളങ്ങളാണ് നിർമ്മിച്ചു കൊടുക്കപ്പെടുന്നത്? ഞാനിവിടെ ചെയ്യുന്നത് 24 മുതൽ 32 ഫീറ്റ് വരെ വള്ളം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വള്ളം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 31 ഫീറ്റിൻ്റെ വള്ളമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 34 അടി വള്ളത്തിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജ് എങ്ങനെയാണ് വരുന്നത്? 34 അല്ല, ഞാനിപ്പോൾ ചെയ്യുന്നത് 31 ആണ്. 31 അടി. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മോൾഡ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൽ പെയിൻറ്റിങ് ആണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ വുഡിൻ്റെ ബോട്ടൊക്കെയാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വരുന്നത് അവസാനമാണ് ആ ബോട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അത് പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈബർ ഗ്ലാസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫൈബർ ഗ്ലാസ് അതായി തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തു വരുന്നത് പെയിൻറ്റിങ് ആണ്. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ CSO എന്ന് പറയും, CSM റെസിന് മാറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഫൈബർ ഗ്ലാസിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ ജെൽക്കോട്ട് എന്ന് പറയുന്ന സാധനത്തിലാണ് അതിൽ പിഗ്മെൻറ്റ് വരുന്നുണ്ട്, പല കളറും കിട്ടുന്ന കളേഴ്സിലും വരുന്ന പിഗ്മെൻറ്റുകളാണ്. അപ്പോൾ അത് ജെൽക്കോട്ട് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ഈ കളർ മിക്സ് ചെയ്ത്, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് പെയിൻറ്റിങ് ആണ്. അത് കഴിഞ്ഞിട്ട് ഗ്ലാസ്സുകൾ ഉപയോഗിച്ച് നമ്മൾ റെസിനും കൂടെ മിക്സ് ചെയ്ത് നമ്മളതിൽ ഫൈബർ കവർ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ആഞ്ഞലിൻ്റെ തടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആഞ്ഞലിൻ്റെ വുഡും കയറ്റി നമ്മൾ ഇതിൻ്റെ അകത്ത്, അതായത് നമ്മൾ പറഞ്ഞു പറഞ്ഞത് മണിക്കാലെന്ന് പറയും, മണിക്കാല് മുടക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എന്ന് പറയും. അപ്പോൾ അത് ആഞ്ഞലിൻ്റെ തടി ഉപയോഗിച്ചാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഔട്ടർ ബോഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ഈ ആഞ്ഞലിൻ്റെ തടി കംപ്ലീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം അത് ഫൈബർ കൊണ്ട് നമ്മൾ കവർ ചെയ്ത്, പിന്നെ ആഞ്ഞലിൻ്റെ തടിയിലുള്ള തന്നെ നമ്മൾ അതിന് സ്റ്റേ ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ മോൾഡിൽ നിന്ന് അത് റിലീസ് ചെയ്യും. റിലീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡെക്കെല്ലാം നമ്മളിതിൽ ചെയ്യുന്നത്. അത് നമ്മളിവിടുത്തെ ഓരോ കസ്റ്റമർ ചോദിക്കുന്നതനുസരിച്ച് ഡെക്ക് വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് മറൈൻ പ്ലൈവുഡിലും ചെയ്യാറുണ്ട്, പിന്നെ ഫൈബർ ഷീറ്റിലും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഫൈബർ ഷീറ്റ് ആവശ്യമെന്നുള്ളവർക്ക് നമ്മൾ ഫൈബർ ഷീറ്റ് ഇട്ട് തന്നെ ഡെക്ക് കവർ ചെയ്ത് കൊടുക്കും. ഇല്ലാത്തവർക്ക് മറൈൻ പ്ലൈവുഡ് ആവശ്യമുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നത് മറൈൻ പ്ലൈവുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെക്കിന് പകരം മറൈൻ പ്ലൈവുഡ് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൽ തന്നെ ഫൈബർ നമ്മൾ ഇട്ട് കവർ ചെയ്താണ് കൊടുക്കുന്നത്. അതായത് ആ പ്ലൈവുഡിൽ വെള്ളം പിടിക്കാതിരിക്കേണ്ട രീതിക്ക് നമ്മൾ ഫൈബർ കവർ ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ബാക്കി കസ്റ്റമറിൻ്റെ തീരുമാനമനുസരിച്ച് അവർ എന്തൊക്കെ അറകൾ വേണോ, ഇതിൽ ഇന്ന ടാങ്ക് ബോക്സ് വേണം, ഇന്ന ബോക്സ് വേണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിന് നമുക്ക് ഇരിക്കാൻ കണക്കായിട്ട് ഒരു പടി വേണം, ആ രീതിക്ക് കസ്റ്റമറിൻ്റെ തീരുമാനമനുസരിച്ചാണ് പിന്നെ മേളിലുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഓരോ രീതിക്കും നമ്മൾ ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് നമ്മൾ എങ്ങനെ പോയാലും നമുക്ക് ഒരു ബോട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 30 അടി ബോട്ടൊക്കെ നമ്മൾ തയ്യാറാക്കണമെങ്കിൽ ഒരു 15 ദിവസത്തെ വർക്ക് നമുക്ക് മതി. പിന്നെ ഒരു 32 അടിയൊക്കെ ആകുമ്പോൾ ഒരു 2 ദിവസം 3 ദിവസം നമുക്ക് കൂടും. പിന്നെ ബോട്ട് ചെറുതാവും തോറും നമുക്ക് ദിവസങ്ങൾ കുറച്ച് മതി. അപ്പോൾ മാക്സിമം നമുക്ക് ഒരു 15 അല്ലെങ്കിൽ 17 ദിവസത്തിനകത്ത് വെച്ച് നമുക്കൊരു ബോട്ട് പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റും.